ഗവൺമെന്റ്സ് സിനിമയെ സ്വതന്ത്രമായിട്ട് വിട്ടാൽ ഒരു കാലത്ത് ഇന്ത്യയിൽ അത് ഉണ്ടായിട്ടില്ല. അതിനെ ഒരുപാട് രീതിയിൽ അതിനെ കർബ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിപ്പം തുടങ്ങിയതല്ല, നേരത്തെ ഉണ്ട്. ഇപ്പൊ വേറൊരു ഒരു 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 ഫോളോ ഔട്ട് കൂടെ ഉണ്ട് ഇതിനകത്ത്. അതായത് ഇപ്പോൾ സെൻസർ ബോർഡ് പാസ് ചെയ്ത ഒരു സിനിമ വന്നാലും സ്പ്ലിൻഡർ ഗ്രൂപ്പ്സിനെ ഉപയോഗിച്ചിട്ട് കേസ് കൊടുപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനെ ഉപയോഗിച്ചിട്ട് ഇതിന്റെ പോസ്റ്റർ വലിച്ചു കയറുകയോ ടാർ അടിക്കുകയോ ഇതിലെ മെയിൻ ആക്ടറിനെ കൊല്ലുമെന്ന് പറയുകയോ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എല്ലാ രീതിയിലും ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. സിനിമ ഇഫ് ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ എ ഫിൽറ്റർ പ്രൊവൈഡഡ് ബൈ ദ ഗവൺമെന്റ് ആൻഡ് ദ പാർട്ടി ദാറ്റ് ഫോംസ് ദ ഗവൺമെന്റ്, പിന്നെ ആ സിനിമയ്ക്ക് എന്ത് പറയാൻ പറ്റും? എന്നാൽ പ്രോപ്പഗൻഡ ഫിലിംസിനെ അവർ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഇതും പണ്ടും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അനുകൂലമായിട്ടുള്ള സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക, ടാക്സ് കട്ട് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുക. എന്നാൽ ക്രിട്ടിക്കലായിട്ടുള്ള സിനിമകളെ ഉപദ്രവിക്കാവുന്നതിന്റെ മാക്സിമം ഉപദ്രവിക്കുക എന്നൊക്കെ ചെയ്യുന്ന എല്ലാ ഗവൺമെന്റ്സും ചെയ്യും. സർക്കാരിന് അഭിമതമായ കല ഉണ്ടാക്കാൻ ഒരു പരിധി വരെ ഒരുപാട് പേര് ശ്രമിക്കും. അവർക്കതിന് ഒരുപാട് റിവാർഡ്സും ഉണ്ടാവും. പുരസ്കാരങ്ങൾ എന്നുള്ള നിലയിൽ, അംഗീകാരങ്ങൾ എന്നുള്ള നിലയിൽ പല റിവാർഡ്സും ഗവൺമെന്റ് കൊടുത്ത് അങ്ങനെ ഒരു ഗ്രൂപ്പിനെ അങ്ങ് കറപ്റ്റ് ചെയ്യും. ഇതിനല്ലാതെ നിൽക്കുന്ന ക്രിട്ടിക്കലായിട്ട് ഇതിനെ സംസാരിക്കുന്ന കലയുടെ ശരിക്കുള്ള പർപ്പസ് സെർവ് ചെയ്യുന്ന ആൾക്കാരുടെ സിനിമകളെ മാക്സിമം അതിനെ കർബ് ചെയ്യാനുള്ള ടെൻഡൻസി എല്ലാ സർക്കാരുകളും കാണിച്ചിട്ടുണ്ട്, ഇപ്പോഴും കാണിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഡെമോക്രസി ഈസ് മിസ്സിംഗ്.